ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിബി ബൈ ലിബിയുടെ ക്രിസ്മസ് സീരീസിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകിയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ക്രിസ്മസിൻ്റേതായ മംഗളങ്ങൾ നേരുന്നു. ഇത് നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ആട്ടോ. എല്ലാവരും നമ്മുടെ ക്രിസ്മസ് ക്രിബ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ട് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരതൊന്ന് പോയി കാണണേ. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നമ്മൾ കാർഡ്ബോർഡും സ്റ്റൈറോഫോമും ഒക്കെ വെച്ചിട്ടാണ് ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാനഡയിൽ നേറ്റിവിറ്റി സീനൊന്നും അധികം ഇമ്പോർട്ടൻസ് ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ പള്ളിയിലാണെങ്കിൽ പോലും നേറ്റിവിറ്റി സീൻ ഉണ്ടാക്കി ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെ എപ്പോഴും ഒരു റെഗുലറായിട്ട് ഒരു മരത്തിൻ്റെ ഒരു കൂടുണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്റ്റാച്യൂസ് അടുക്കി വെക്കാറാണ് പതിവ്. ഇവിടെ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ക്രിസ്മസ് ട്രീക്കും സാന്റാക്ലോസിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരു ട്രഡീഷൻ്റെ ഭാഗമാണ് ക്രിസ്മസ് ട്രീൻ്റെ അണ്ടറിൽ ഗിഫ്റ്റ്സ് കുട്ടികൾക്കായിട്ട് എടുത്തു വെക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് മോർണിംഗിൽ കുട്ടികൾ വന്ന് ആ ഗിഫ്റ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീൻ്റെ അണ്ടറിൽ കുറച്ച് ഗിഫ്റ്റ്സ് കുട്ടികൾക്കായിട്ട് വെച്ചിരുന്നു. ഇത്തവണ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒന്നും തന്നെ നമ്മൾ വാങ്ങിയില്ല. എല്ലാ തവണയും അത്യാവശ്യം അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങളാണ് വാങ്ങിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ നമ്മൾ സാധാ ഗിഫ്റ്റ്സാണ് വാങ്ങിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് അവരത് വെച്ച് കളിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ അവർ തന്നെ അത് മറന്നു പോകും. അതുകൊണ്ട് തന്നെ അത്ര വില കൂടിയ സാധനങ്ങളൊന്നും തന്നെ നമ്മൾ ഇത്തവണ വാങ്ങിയില്ല. അപ്പോൾ പള്ളിയിലെ കുർബാന ഞങ്ങൾക്ക് 11 മണിക്കായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നതും ഹെലനും ഹേഡനും ഹെവനും കൂടെ അവർക്ക് വേണ്ടി ക്രിസ്മസ് ട്രീൻ്റെ അണ്ടറിൽ വെച്ചിരുന്ന ഗിഫ്റ്റ്സ് എല്ലാം കൂടെ ഓപ്പൺ ചെയ്തു നോക്കി. ഇത്തവണ അവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ്സ് സെലക്ട് ചെയ്തത് അവർ തന്നെയായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ഓൾറെഡി അറിയായിരുന്നു എന്തൊക്കെയായിരിക്കും ഈ പൊതികളുടെ ഉള്ളിലെന്ന്. എങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ അവർ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കെല്ലാവർക്കും ഡ്യൂട്ടി ആയിരുന്നത് കൊണ്ട് തന്നെ അത്ര വലിയ ഡിന്നറൊന്നും നമുക്ക് ഒരുക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോർക്ക് വിന്താലു, ചോറ്, മീൻ കറി, കൊഞ്ച് ഫ്രൈ ചെയ്തത്, അതേപോലെ തന്നെ ബീഫ് ഫ്രൈ, അപ്പം, സ്റ്റൂവ്, ചിക്കൻ കറി, പിന്നെ കുറച്ച് മിഠായികളും കേക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ കൊച്ച് ക്രിസ്മസ് സെലിബ്രേഷൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് മെറി ക്രിസ്മസ് ടു എവ്രി വൺ.